ത്തിൽ കംസൻ അയച്ച പൂതന എന്ന രാക്ഷസി നഗരങ്ങളിലും ഗ്രാമങ്ങളിലും സഞ്ചരിച്ചുകൊണ്ട് എല്ലാ കൈക്കുഞ്ഞുങ്ങളെയും കൊന്നു. നന്ദന്റെ വീട്ടിലെ ജനനോത്സവത്തെക്കുറിച്ച് അറിഞ്ഞ പൂതന അവിടേക്ക് ചെന്നു. ഗോപന്മാരും ഗോപികമാരും നിറഞ്ഞ ഗോകുലത്തിലേക്ക് വന്ന ആ രാക്ഷസി 16 വയസ്സുള്ള ഒരു സുന്ദരിയായ പെൺകുട്ടിയുടെ രൂപം കൈക്കൊണ്ടു. അത്യധികം സുന്ദരിയായിരുന്നതിനാൽ ആരും അവളെ തടഞ്ഞില്ല. രോഹിണിയെയും യശോദയെയും അവഗണിച്ച് അവൾ ശിശുവായ ശ്രീകൃഷ്ണനെ മടിയിലിരുത്തി ലാളിച്ചു. ശേഷം തൻ്റെ കൊടും വിഷം പുരട്ടിയ സ്തനങ്ങൾ പുറത്തെടുത്തിട്ട് ആ ശിശുവിന് മുലപ്പാൽ നൽകി. ബാലസ്വരൂപിയായ ഭഗവാൻ മുലപ്പാലിനൊപ്പം അവളുടെ ജീവശ്വാസവും വലിച്ചു കുടിച്ചു. വേദനയാൽ നിറഞ്ഞ സ്തനവുമായി വിടൂ വിടൂ എന്ന് നിലവിളിച്ചുകൊണ്ട് അവൾ ശിശുവിനെ കൂട്ടി പുറത്തേക്കോടി. അവളുടെ മായാസ്വരൂപം കൈവിട്ട്